Hi all, I am Badusha. Welcome to Skill Age Center for Economics. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് UGC നെറ്റ് JRFന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പേപ്പർ 1-ലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ് നമ്മളിന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതായത് പേപ്പർ 1-ലും നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിലും മാനേജ്മെൻറ്റ് ആണെങ്കിലും നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്താലും ആ ഒരു സബ്ജക്റ്റിൽ റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയും പേപ്പർ കാണും. സോ അതുകൊണ്ട് തന്നെ ഈ പേപ്പർ 1-ലുള്ള ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പേപ്പർ 2-ലേക്കും ഉപകരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ അപ്രോച്ചിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിനു മുമ്പ് അതായത് കഴിഞ്ഞ വർഷം 2022 ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ UGC നെറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് 4/1/2022 ഫോർനൂൺ സെഷനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്, വൺ ഈസ് ലേബിൾഡ് ആസ് അസർഷൻ A ആൻഡ് അതർ ഈസ് ലേബിൾഡ് ആസ് റീസൺ R. അപ്പോൾ അസർഷനും റീസണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയറിലൊക്കെ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അസർഷനിങ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നു. സോ അസർഷൻ നമുക്ക് നോക്കാം. ജനറലൈസേഷൻ ഓഫ് എ ഫൈൻഡിങ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജനറലൈസേഷൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റീസൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ അസർഷന്റെ റീസൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് മേക്ക് യൂസ് ഓഫ് ഡിഡക്റ്റീവ് റീസണിങ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിൽ യൂസ് ചെയ്യുന്നത് ഡിഡക്റ്റീവ് ലോജിക് ആണ് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ് ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണോ, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസണിങ് തന്നെയാണോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഹിയർ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്കതിൻ്റെ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻ ലൈറ്റ് ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. A is false but R is true. A is true but R is false. Both A and R are true and R is the correct explanation of A. അത് രണ്ടും ട്രൂ ആണ്. ഈ പറയുന്ന R എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നുള്ളതാണ് പറയുന്നത്. അതാണ് C കൊടുത്തിരിക്കുന്നത്. D കൊടുത്തിരിക്കുന്നു ബോത്ത് A and R are true but R is not the correct explanation of A. സോ ഈ ക്വസ്റ്റിനെ കുറിച്ച് ഈ ക്വസ്റ്റിനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറിനെ കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, എന്താണ് ഇൻഡക്റ്റീവ് അപ്രോച്ച്, എന്താണ് ഡിഡക്റ്റീവ് അപ്രോച്ച് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു തിയറി നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് അപ്രോച്ചിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഫുൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അവസാനം ചെയ്യാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുകയാണെങ്കിൽ 12/3/2023 കഴിഞ്ഞ തവണ ലാസ്റ്റ് ഇയർ ചോദിച്ച ഫോർനൂൺ സെഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ പ്രോസസ് ഓഫ് റീസണിങ് ഇമാനേറ്റിംഗ് ഫ്രം എ തിയറി ഓഫ് ഓർ ഹൈപ്പോത്തിസിസ് ടു സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻ ഈസ് കോൾഡ്. അതായത് പ്രോസസ് ഓഫ് റീസണിങ്, അതായത് റീസണിങ് ഇമാനേറ്റിംഗ് ഫ്രം എ തിയറി ഓർ ഹൈപ്പോത്തിസിസ് ടു സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. അതായത് തിയറിയിൽ നിന്ന് ഒബ്സർവേഷനിലേക്ക് പോകുന്നത് ഏത് അപ്രോച്ച് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണോ, ഡിസ്കോഷ് അപ്രോച്ച് ആണോ, ഡിഡക്റ്റീവ് അപ്രോച്ച് ആണോ, ഫിനോമിനോളജിക്കൽ അപ്രോച്ച് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അവസാനം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് കമ്മിങ് അണ്ടർ ദ കാറ്റഗറി പ്രോസസ്. അതായത് നമുക്ക് റിസർച്ചിനെ പഠിക്കാനായിട്ട് 30-35 ടൈപ്പ് ഓഫ് റിസർച്ചുകളുണ്ട് അല്ലേ. അപ്പോൾ അത്രയും ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മളുടെ മെമ്മറിയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ റിസർച്ചിനെ പല രീതിയിലാണ് നമ്മളിവിടെ സ്കില്ലേജിൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ അതിൽ പ്രോസസ്സ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസർച്ചിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതായത് നമ്മളെ സംബന്ധിച്ച് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് അനലിറ്റിക്കൽ റിസർച്ച് ഉണ്ട്, അതുപോലെ തന്നെ ക്വാസി എക്സ്പെരിമെൻ്റൽ ഉണ്ട്, ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് റിസർച്ചുകളുണ്ട്. ഏത് ടൈപ്പ് ഓഫ് റിസർച്ചുകളായിക്കോട്ടെ ഇത് രണ്ട് പ്രോസസ്സിലൂടെയാണ് ചെയ്യാൻ പറ്റുക. ഏതൊക്കെയാണ്, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മിക്സഡ് അപ്രോച്ചിലൂടെയും ചെയ്യാം. അതായത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ രണ്ട് പ്രോസസ്സിലൂടെയാണ് റിസർച്ചിനെ നമുക്ക് ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇനി എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. സോ നോക്കുക, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഫസ്റ്റ് വൺ ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇറ്റ് ഈസ് ഹാൻഡിൽഡ് വിത്ത് ക്വാളിറ്റേറ്റീവ് ഫിനോമിന ദാറ്റ് ഇൻവോൾവ്സ് ക്വാളിറ്റി ഓർ കൈൻഡ്. The term
ഫിനോമിനോളജി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോസസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഫിനോമിനോളജി എന്ന് പറയുന്ന ഒരു റിസർച്ച് ഫിലോസഫിക്കൽ അപ്രോച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ഓർത്തിരിക്കുക, ഫിനോമിനോളജി. ഓക്കെ, ഇത് ഓർത്തിരിക്കാൻ പറയാൻ കാരണം UGC ടെൻറ്റിന് ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരാം. ഓക്കെ, ദെൻ ദ റിസർച്ച് ഡിസൈൻഡ് ടു ഫൈൻഡ് ഔട്ട് ഹൗ പീപ്പിൾ ഫീൽ ഓർ വാട്ട് പീപ്പിൾ ഓഫൺ തിങ്ക്. എന്താണ് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ എന്താ ചെയ്യുന്നത്, ആളുകൾ എന്താണ് ചിന്തിക്കുന്നത്, ആളുകളുടെ ഫീലിങ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആളുകളുടെ ഫീലിങ്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഏത് അപ്രോച്ചാണ് ബെസ്റ്റ് ചൂസ് ചെയ്യാൻ നല്ലത്, ക്വാളിറ്റേറ്റീവ് ആണ്. എന്നാൽ ക്വാളിറ്റേറ്റീവ് മാത്രമാണ് അല്ല, ക്വാണ്ടിറ്റേറ്റീവിലൂടെയും ചെയ്യാൻ പറ്റും, പക്ഷേ ബെറ്റർ ടു ത്രൂ ക്വാളിറ്റേറ്റീവ് ആണ് നല്ലത്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബിഹേവിയറൽ സയൻസ്. ബിഹേവിയറൽ സയൻസിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. ഇറ്റ് ഈസ് എയിം ടു ഡിസ്കവർ ദ അണ്ടർലൈൻ മോട്ടീവ്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ത്രൂ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ. ദ ഡാറ്റ ഈസ് ഇൻ ദ ഫോം ഓഫ് വേർഡ്സ്, പിക്ചേഴ്സ് ഓർ ഒബ്ജക്ട്സ് ആൻഡ് ഓൾ. അതായത് ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, നമ്മൾ ആളുകൾ പറയുന്ന വേർഡ്സ്, അതുപോലെ തന്നെ ടെക്സ്ച്വൽ ഡാറ്റാസ്, പിക്ചേഴ്സ്, വീഡിയോസ് തുടങ്ങിയ കാര്യങ്ങളാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യുന്നത്. അതായത് ന്യൂമറിക്കൽ ഫിഗേഴ്സ് അല്ല അവിടെ വരുന്നത്. ആളുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ആദിവാസികളുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ വിദ്യാസമ്പന്നരില്ലാത്ത ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ എന്താ ചെയ്യുക, സർവേ നടത്താറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ ക്വസ്റ്റ്നെയർ അല്ല നമ്മൾ യൂസ് ചെയ്യുക, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ പോലുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുക. അപ്പോൾ അവർ പറയുന്ന ടെക്സ്ച്വൽ ഡാറ്റാസ്, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ടെക്സ്ച്വലായിട്ട് നമ്മളിങ്ങനെ എഴുതി നറേറ്റ് ചെയ്ത് എഴുതുന്ന ഒരു രീതിയാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഫിഗേഴ്സ് അല്ല നമ്മൾ യൂസ് ചെയ്യാറ്, ടെക്സ്റ്റുകളും അതുപോലെ തന്നെ വേർഡ്സുകളും പിക്ചറുകളും അതുപോലെ തന്നെ വീഡിയോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് മെത്തഡോളജി ഈസ് ഇൻഡക്റ്റീവ് ഇൻ ഇറ്റ്സ് റീസണിങ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, ഇൻഡക്റ്റീവ് റീസണിങ് അല്ലെ ഡിഡക്റ്റീവ് റീസണിങ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് മെത്തഡോളജിയിലാണ് എന്ത് ഫോളോ ചെയ്യുന്നത്, ഇൻഡക്റ്റീവ് അപ്രോച്ച് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഡിഡക്റ്റീവ് അപ്രോച്ച് ഏതിലാണ് ഫോളോ ചെയ്യുന്നത്, ക്വാണ്ടിറ്റേറ്റീവിലാണ്. സോ അത് ഓർത്തിരിക്കാം. ഓക്കെ, കം ടു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം എംപിരിക്കൽ റിസർച്ച് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അത് ന്യൂമറിക്കൽ ആയതുകൊണ്ടാണ് അതിന് എംപിരിക്കൽ എന്നുകൂടി പറയുന്നത്. ദെൻ ദിസ് റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ മെഷർമെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓർ എമൗണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാര്യത്തിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നുണ്ട് അഥവാ മെഷർ ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നു. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൺലി ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി. നമ്മൾ അതിനെ എന്താ ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് പനിയുണ്ടോ എന്ന് പറയണത്, അയാൾക്ക് പനിയുണ്ട് അല്ലെങ്കിൽ നല്ല ചൂടുണ്ട് എന്ന് പറയാനാണെങ്കിൽ എന്താ, അത് ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അയാൾക്ക് ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് എന്ന് പറയാനാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ അയാൾക്ക് ഇത്ര കൗണ്ട് ഷുഗർ ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ. അപ്പോൾ ഒരു കാര്യം രണ്ട് രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, ക്വാളിറ്റേറ്റീവ് ആയിട്ടും പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഇതുപോലെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ക്യാൻ ഓൺലി ബി എക്സ്പ്രസ് ഇൻ ടേം ഓഫ് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. റിസർച്ചേഴ്സ് യൂസ് ടൂൾസ് സച്ച് എസ് ക്വസ്റ്റ്നെയർ ഓർ എക്യുപ്മെൻറ്റ് ടു കളക്ട് ഡാറ്റ. ഇതിന് ചെയ്യുന്നത് സർവേ റിസർച്ചുകളിലൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്നെയർ ആണ് യൂസ് ചെയ്യുന്നത്. അതേസമയം എക്സ്പെരിമെൻ്റൽ റിസർച്ചുകളിലൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് കാണാം ഏതെങ്കിലും തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും. അതായത് ഇപ്പോൾ മഴയെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ മഴയെ അളക്കാനുള്ള രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ടൂൾസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ അതിന് ക്വസ്റ്റ്നെയറും അതുപോലെ തന്നെ ഉള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, എ സ്റ്റഡി ഓൺ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഫ്ലുവൻസർ എൻഡോഴ്സ്മെൻറ്റ് ഓൺ ആപ്പ് യൂസ് ഇൻറ്റൻഷൻ ഓഫ് ഷെയർ ട്രേഡേഴ്സ് ഓൺ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ്. അതായത് ഇപ്പോൾ ഒരാൾക്കൊരു റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട്. അതായത് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, എ സ്റ്റഡി ഓൺ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഫ്ലുവൻസർ എൻഡോഴ്സ്മെൻറ്റ്. എന്താണ് ഇൻഫ്ലുവൻസർ എൻഫോഴ്സ്മെൻറ്റ്? അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിലുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, ഇവരെല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, ചില തരത്തിലുള്ള എന്താണ് സെറോദ, അതുപോലെ തന്നെ ഷെയർ ഖാൻ, അങ്ങനെയുള്ള ചില ആപ്പുകൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ വീഡിയോസിൽ പറയാറുണ്ടല്ലേ. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന ഇത്തരത്തിലുള്ള ആപ്പുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അത് യൂസ് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പഠനം നടത്തുന്ന ആരുടെ അടുത്താണ് നടത്തുന്നത്, ഈ പറയുന്ന ഓൺലൈൻ ഷെയർ ട്രേഡേഴ്സിൻ്റെ ഇടയിലാണ് ഈ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ സർവേ, ഇത്തരത്തിലുള്ള സർവേസൊക്കെ നമുക്ക് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യാൻ പറ്റുക, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലൂടെയാണ് നമുക്ക് അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റുക. കാരണം അവർ എത്രമാത്രം അത് യൂസ് ചെയ്യാനുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ട്, എത്ര ശതമാനമുണ്ട്, അല്ലെങ്കിൽ അവരെ ഈ സെലിബ്രിറ്റികളുടെ ഇൻഫ്ലുവൻസ്, അതായത് ഈ ഇൻഫ്ലുവൻസറിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ,
അങ്ങനെയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റിഗ്രഷൻ പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ ചെയ്യണം. അപ്പോൾ റിഗ്രഷൻ പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലായിരിക്കണം ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് റിസർച്ചുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിലൂടെയാണ് നമ്മൾ റിസർച്ചിലേക്ക് പോകേണ്ടത്. ഓക്കെ, ഏതിലൂടെയല്ല? ക്വാളിറ്റേറ്റീവിലൂടെ അല്ല ചെയ്യേണ്ടത്. ഓക്കെ, സോ ദെൻ ഹിയർ ഡാറ്റ ഈസ് ഇൻ ദ ഫോം ഓഫ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എങ്ങനെയായിരിക്കണം? നമ്പേഴ്സ് ആയിരിക്കണം, ഓർ സ്റ്റാറ്റിസ്റ്റിക്സ്. ആൻഡ് ദിസ് ഡാറ്റ ഈസ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് ഏബിൾ ടു ടെസ്റ്റ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് റിഗ്രഷൻ ആണെങ്കിൽ റിഗ്രഷൻ, ടി ടെസ്റ്റ് ആണെങ്കിൽ ടി ടെസ്റ്റ്, സെഡ് ടെസ്റ്റ് ആണെങ്കിൽ സെഡ് ടെസ്റ്റ്, അനോവ ആണെങ്കിൽ അനോവ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നോൺ പാരാമീറ്റർ ടെസ്റ്റുകളായിട്ടുള്ള കൈസ്ക്വയർ ടെസ്റ്റ്, ഫ്രൈഡ്മാൻ ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ എന്താണ് ഓൺലൈൻ ട്രേഡിംഗ് ആപ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ട്രേഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. ഈ കളക്ട് ചെയ്ത ഡാറ്റ ടെക്സ്റ്റുവൽ ഡാറ്റയാണ്. അതായത് അവരുടെ അടുത്ത് ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ വേർഡ്സ് ആയിട്ടാണ് എഴുതിയെടുത്തതെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് കളക്ട് ചെയ്ത ഡാറ്റ ക്വാളിറ്റേറ്റീവ് ഫോമിലായിപ്പോയി. സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആയിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ മെത്തഡോളജി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ കളക്ട് ചെയ്യുന്ന ഡാറ്റയും എന്തായിരിക്കണം? ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലായിരിക്കണം. ഓക്കെ, സോ ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. ഇനി എന്താണ് ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ എന്നുള്ളത് നോക്കാം. അതായത് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ ഒരു അപ്രോച്ചാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒബ്സർവേഷൻ, പാറ്റേൺ, ടെൻഡേറ്റീവ് ഹൈപ്പോത്തിസിസ്, തിയറി. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എപ്പോഴും നമ്മൾ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം ഒബ്സർവ് ചെയ്യും. ദെൻ എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഒരു പാറ്റേൺ കണ്ടെത്തും. ദെൻ ടെൻഡേറ്റീവ് ഹൈപ്പോത്തിസിസ് അതിൽ നിന്ന് ഫ്രെയിം ചെയ്തിട്ട് അവസാനമാണ് തിയറിയിലേക്ക് എത്തുക. ക്ലിയർ ആയല്ലോ? ആദ്യം ഒബ്സർവ് ചെയ്യും ഒരു കാര്യം, റിസർച്ചർ ആദ്യം ഒരു കാര്യം അയാൾ ഒബ്സർവ് ചെയ്യും. ദെൻ അതിൻ്റെ പാറ്റേൺ കണ്ടെത്തും. ആ പാറ്റേണിൽ നിന്നൊരു ഹൈപ്പോത്തിസിസിലേക്ക് അദ്ദേഹം എത്തുകയും അവസാനം ഒരു തിയറി ഡെവലപ്പ് ചെയ്യും. ഇതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ. അതായത് എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ കൂടുതലും ഈ പറയുന്ന ഈ ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. അതായത് ആദ്യമായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരാൾ, പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്യുന്ന ആൾ, അയാളെ സംബന്ധിച്ച് അങ്ങനെ ഒരു എക്സിസ്റ്റിംഗ് തിയറി ഇതിന് മുമ്പില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഐസക് ന്യൂട്ടനെ സംബന്ധിച്ച് ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്തു. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ എന്ന് പറയുന്ന ലോ ഉണ്ടല്ലോ. സോ അദ്ദേഹം അങ്ങനെ ഒരു ലോ ഉണ്ടാക്കുന്നതിന് മുമ്പ് അങ്ങനെ അതിനെപ്പറ്റി കാര്യമായിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ ഒന്നും തന്നെ ഇല്ല. സോ അദ്ദേഹം എങ്ങനെയാണ് ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്? ഒബ്സർവേഷനിലൂടെ. ആ ഒബ്സർവേഷനിൽ നിന്ന് പാറ്റേൺ കണ്ടെത്തി, എന്നിട്ട് ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തു, എന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തിയറി ഡെവലപ്പ് ചെയ്തത്. ക്ലിയർ ആയി? ദെൻ വാട്ട് ഈസ് ഡിഡക്റ്റീവ് അപ്രോച്ച്? ഇത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡിഡക്റ്റീവ് അപ്രോച്ച് ചെയ്യുന്നത്. ദാറ്റ് ഈസ് തിയറിയിൽ നിന്നാണ് ഹൈപ്പോത്തിസിസിലേക്ക് പോകുന്നത്. ദെൻ ഒബ്സർവേഷൻ, കൺഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണ്? എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഏത് അപ്രോച്ചിലേക്ക് പോകാൻ കൂടുതലായിട്ട് സാധ്യമാവുക? ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിലേക്ക് പോകാൻ സാധ്യമാവും. അതായത് ഡിഡക്റ്റീവ് അപ്രോച്ച് യൂസ് ചെയ്യണമെങ്കിൽ എക്സിസ്റ്റിംഗ് തിയറീസ് ഉണ്ടാവണം. ഓക്കെ, പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച് ആയിരിക്കും ബെറ്റർ. ഇതുകൂടി മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റീവ് അപ്രോച്ച് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു, പാറ്റേൺ കണ്ടെത്തുന്നു, ടെൻഡേറ്റീവ് ഹൈപ്പോത്തിസിലേക്ക് പോകുന്നു, തിയറി ഡെവലപ്പ് ചെയ്യുന്നു. ഡിഡക്റ്റീവ് അപ്രോച്ച് ആണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവിൽ വരുമ്പോൾ ഫസ്റ്റ് തിയറിയിൽ നിന്ന് ഹൈപ്പോത്തിസിസിലേക്ക്, ദെൻ ഒബ്സർവേഷനിലേക്ക്, ദെൻ കൺഫർമേഷനിലേക്ക്. സോ ഇതിൻ്റെ വിത്ത് എക്സാമ്പിൾ അടക്കം നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കുക, കൃത്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാവും. ഇൻഡക്റ്റീവ് റിസർച്ച് അപ്രോച്ചിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അഥവാ ക്വാളിറ്റേറ്റീവ് റിസർച്ചുകളിൽ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ദിവസം വീട്ടിലിരിക്കുകയാണ്. ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തു, ഡോഗ് എ ആൻഡ് ബി ഹാവ് ഫ്ലീസ്. നിങ്ങൾ രണ്ട് നായ്ക്കുട്ടികളെ കണ്ടു. ആ രണ്ട് നായ്ക്കുട്ടികളിൽ എന്തുണ്ട്? ഫ്ലീസ് ഉണ്ട്, അഥവാ പ്രാണികളുണ്ട് എന്ന് കണ്ടു. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഫസ്റ്റ് ഒബ്സർവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം എന്താ? രണ്ട് നായ്ക്കുട്ടികളിൽ എന്തുണ്ട്? ഫ്ലീസ് ഉണ്ടെങ്കിൽ എല്ലാ നായ്ക്കളിലും ഫ്ലീസ് ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ശരിയല്ലേ? സോ ഒബ്സർവ് എ പാറ്റേൺ. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. സോ ഓൾ ഒബ്സർവ്ഡ് ഡോഗ്സ് ഹാവ് ഫ്ലീസ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? കുറേ അധികം ഒരു 10-20 നായ്ക്കൾ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാ നായ്ക്കളിലും എന്തുണ്ട്? ഫ്ലീസ് ഉള്ളതായിട്ട് നിങ്ങൾ കണ്ടു. ഓക്കെ, ഓൾ ഒബ്സർവ്ഡ് ഡോഗ്സ് ഹാവ് ഫ്ലീസ്. ദെൻ ഡെവലപ്പ് എ തിയറി. നിങ്ങളൊരു തിയറി ഡെവലപ്പ് ചെയ്യും. എന്താ ഡെവലപ്പ് ചെയ്യുക? ഓൾ ഡോഗ്സ് ഹാവ് ഫ്ലീസ്. സോ അത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്? ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്താ ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യുന്നു, പാറ്റേൺ കണ്ടെത്തുന്നു, ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യുന്നു, തിയറിയിലേക്ക് എത്തുന്നു. ഓക്കെ, ഇവിടെ നോക്കാം. ഒബ്സർവ് ചെയ്യുന്നു, പാറ്റേൺ കണ്ടെത്തി, ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തു, ദെൻ തിയറി എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്യുന്നു.
ഇതാണ് എന്ത് ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് നോക്കാം. എലഫൻസ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ ടു എക്സിസ്റ്റ്. അതായത് ആനക്ക് എന്ത് വേണം? ജീവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വേണം അല്ലേ? ഒബ്സർവ് ചെയ്തു. ദെൻ ഒബ്സർവ് എ പാറ്റേൺ നോക്കി. ഓൾ ഒബ്സർവ്ഡ് ആനിമൽസ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ ടു എക്സിസ്റ്റ്. എല്ലാ മൃഗങ്ങളെ നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ്. എല്ലാ മൃഗങ്ങൾക്ക് എന്ത് വേണം? വെള്ളം വേണം. സോ നമ്മൾ എന്താ തിയറി ഡെവലപ്പ് ചെയ്യുക? ഓൾ ബയോളജിക്കൽ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ടർ ടു എക്സിസ്റ്റ്. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം വേണം എന്നുള്ളൊരു തിയറി ഡെവലപ്പ് ചെയ്തപ്പോൾ ആദ്യം അത് ഐഡൻറ്റിഫൈ ചെയ്ത വ്യക്തി കണ്ടത് എന്താ? ഒരു ജീവി വെള്ളം ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം വേണോ? ഈ ചോദ്യം വന്നു. സോ അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ ജീവജാലങ്ങളെയും എന്ത് ചെയ്തു? ഒബ്സർവ് ചെയ്തു. അപ്പോൾ എല്ലാ ജീവജാലങ്ങളെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ? കുറച്ചധികം ജീവജാലങ്ങളെ നോക്കിയപ്പോൾ എല്ലാം വെള്ളത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അസംഷൻ എഴുതി എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം വേണം, അസംഷൻ എഴുതി. എന്നിട്ട് വീണ്ടും കുറേ അധികം ജീവജാലങ്ങളെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ മനസ്സിലാക്കിയത്? എല്ലാവർക്കും വെള്ളം നിർബന്ധമാണ്. സോ അദ്ദേഹം തിയറി ഡെവലപ്പ് ചെയ്തു. ഓൾ ബയോളജിക്കൽ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ടർ ടു എക്സിസ്റ്റ്. സോ ഇങ്ങനെയാണ് എന്താ അപ്രോച്ച്? ഈ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് അപ്രോച്ച് ഏതിൽ നിന്നാണ് തുടങ്ങുന്ന? ഒബ്സർവേഷനിൽ നിന്ന് തിയറിയിലേക്കാണ് വരുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ്. ഡിഡക്റ്റീവ് റിസർച്ച് അപ്രോച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് ഡിഡക്റ്റീവ് അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ വരാണ്. ഇപ്പോൾ നിങ്ങളൊരു തിയറി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എന്താ തിയറി? എന്താണ്? ക്വാളിറ്റേറ്റീവ് റിസർച്ചിലൂടെ നിങ്ങൾ കണ്ടെത്തിയ തിയറി എന്താണ്? ഓൾ ഡോഗ്സ് ഹാവ് ഫ്ലീസ്. എല്ലാ ഡോഗ്സിലും എന്തുണ്ട്? ഫ്ലീസ് ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന തിയറി. അതുപോലെ തന്നെ എന്താണ്? ഓൾ ബയോളജിക്കൽ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ടർ ടു എക്സിസ്റ്റ് എന്ന് നിങ്ങൾ തിയറി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ തിയറി നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ജേണലിൽ പബ്ലിഷ് ചെയ്തു. ഈ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്തു? വേറൊരാൾ വായിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾക്കൊരു ഡൗട്ട്, അങ്ങനെ തന്നെയാണോ? എല്ലാ ഡോഗ്സിനും എന്തുണ്ടോ? ഫ്ലീസ് ഉണ്ടോ? എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം വേണോ എന്നുള്ളത് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം വന്നു. സോ ദെൻ ഫോർമുലേറ്റ് എ ഹൈപ്പോത്തിസിസ് ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് തിയറി. നമ്മൾ ചെയ്ത റിസർച്ചിനെ അടിസ്ഥാനമാക്കിയിട്ട് അവരെന്ത് ചെയ്യും? ഒരു ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോഗ്സിനും ഫ്ലീസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന തിയറിയിൽ അങ്ങനെയാണ്. സോ ഫസ്റ്റ് ഇദ്ദേഹം ഒരു അസംഷൻ ഉണ്ടാക്കും. H1 ഓൾ പെറ്റ് ഡോഗ്സ് ഇൻ മൈ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ഹാവ് ഫ്ലീസ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഓൾ ഡോഗ്സ് ഹാവ് ഫ്ലീസ്. എല്ലാ നായ്ക്കൾക്കും എന്തുണ്ട്? പ്രാണിശല്യം ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഓൾ ഡോഗ്സ് എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ടാവും? തെരുവ് നായ്ക്കളുണ്ടാവും, പെറ്റ് ഡോഗ്സ് ഉണ്ടാവും. സോ ഇത് വായിച്ച് റിസർച്ചർക്ക് അറിയണം, എന്തറിയണം? പെറ്റ് ഡോഗിന് അങ്ങനെ തന്നെയാണോ? കാരണം എന്താണ്? പെറ്റ് ഡോഗിനെ എല്ലാവരും നല്ലവണ്ണം ചീകി കഴുകി വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നതാണ് അല്ലേ? അപ്പോൾ പെറ്റ് ഡോഗ്സിൽ ഫ്ലീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? അപ്പോൾ ഈ തിയറി ശരിയാണോ എന്നുള്ളൊരു ഡൗട്ട് ആർക്ക് വന്നു? ഇത് വായിച്ച റിസർച്ചർക്ക് വന്നു. സോ ആ റിസർച്ചറുടെ അസംഷൻ ഉണ്ടാക്കിയ എന്താണ്? ഓൾ പെറ്റ് ഡോഗ്സ് ഇൻ മൈ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ഹാവ് ഫ്ലീസ്. എന്തുകൊണ്ട് അങ്ങനെ അദ്ദേഹം അസംഷൻ എഴുതിയത്? തിയറി പറയുന്നു എല്ലാ ഡോഗ്സിനും ഫ്ലീസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എല്ലാ പെറ്റ് ഡോഗിലും എന്തുണ്ടാവും? ഫ്ലീസ് ഉണ്ടാവണമല്ലോ. സോ ഇതാണ് അസംഷൻ. H1 അസംഷൻ വെച്ചു. ദെൻ H01 ദാറ്റ് ഈസ് നൾ ഹൈപ്പോത്തിസും കൂടി വെച്ചു. ഓൾ പെറ്റ് ഡോഗ്സ് ഇൻ മൈ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ഡോണ്ട് ഹാവ് ഫ്ലീസ്. അതിന് ഫ്ലീസ് ഇല്ല എന്ന് പറഞ്ഞു നൾ ഹൈപ്പോത്തിസും വെച്ചു. ഓക്കെ, ദെൻ H2 ഓൾ ലാൻഡ് മാമൽസ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ ടു എക്സിസ്റ്റ്. അതായത് കരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് എന്ത് വേണം? വെള്ളം വേണം എന്നുള്ളൊരു അസംഷൻ വെച്ചു. അതിന് നൾ വെച്ചു. ഓൾ ലാൻഡ് മാമൽസ് ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ വാട്ടർ ടു എക്സിസ്റ്റ് എന്നുള്ള നൾ അസംഷൻ വെച്ചു. ഇനി എന്താ ചെയ്യുക? കളക്ട് ഡാറ്റ ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തിസിസ്. ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്തു? ഇത് വായിച്ച റിസർച്ചർ പോയി ഡാറ്റ കളക്ട് ചെയ്യാണ്. ടെസ്റ്റ് ഓൾ ഡോഗ്സ് ഇൻ ദ ബിൽഡിംഗ് ഫോർ ഫ്ലീസ്. ഓക്കെ, ടെസ്റ്റ് ഓൾ ഡോഗ്സ് ഇൻ ദ ബിൽഡിംഗ് ഫോർ ഫ്ലീസ്. എല്ലാ നായ്ക്കളിലും എന്തുണ്ടോ എന്ന് നോക്കി, ഫ്ലീസ് ഉണ്ടോ എന്ന് അദ്ദേഹം ചെക്ക് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്തു? സ്റ്റഡി ഓൾ ലാൻഡ് മാമൽ സ്പീഷീസ് ടു സീ ഇഫ് ദേ ഡിപ്പെൻഡ് ഓൺ വാട്ടർ. അതായത് എല്ലാ കരയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ടോ? വെള്ളം ആവശ്യമാണോ എന്നുള്ളതിനെ പറ്റി അദ്ദേഹം ഡാറ്റ കളക്ട് ചെയ്തു. ദെൻ അനലൈസ് ദ റിസൾട്ട്. അവസാനം എന്ത് ചെയ്തു? റിസൾട്ട് അനലൈസ് ചെയ്തു. ദാറ്റ് ഈസ് റിസൾട്ട് അനലൈസ് ഡസ് ദ ഡാറ്റ റിജക്ട് ഓർ സപ്പോർട്ട് ദ ഹൈപ്പോത്തിസിസ്. അതായത് നമ്മുടെ ഹൈപ്പോത്തിസിനെ അക്സെപ്റ്റ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ എന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നു. സോ 10 out of 20 dogs didn't have fleas. അതായത് 20 നായ്ക്കളെ നോക്കിക്കഴിഞ്ഞപ്പോൾ 10 നായ്ക്കൾക്ക് എന്തില്ല? ഫ്ലീസ് ഇല്ല. അപ്പോൾ തിയറി എന്താ പറയണത്? തിയറി പറയുന്ന എല്ലാ ഡോഗ്സിനും ഫ്ലീസ് ഉണ്ടെന്ന്. അസംഷൻ എന്താ വെച്ചിരിക്കുന്നത്? ഓൾ പെറ്റ് ഡോഗ്സ് ഇൻ മൈ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ഹാവ് ഫ്ലീസ്. അപ്പാർട്ട്മെന്റിലുള്ള എല്ലാ പെറ്റ് ഡോഗ്സിനും എന്തുണ്ട്? ഫ്ലീസ് ഉണ്ട് എന്നുള്ളതാണ് അസംഷൻ വെച്ചിരിക്കുന്നത്. നൾ എന്താ വെച്ചിരിക്കുന്നത്? അങ്ങനെയല്ല എന്നുള്ളത്. ഓക്കെ, സോ എന്ത് ചെയ്തു? 20 ഡോഗ്സിന് നോക്കിക്കഴിഞ്ഞപ്പോൾ 10 ഡോഗ്സിൽ എന്തില്ല? ഫ്ലീസ് ഇല്ല. സോ റിജക്റ്റ് റിസർച്ച് ഹൈപ്പോത്തിസിസ്. അതായത് ഈ റിസർച്ച് ഹൈപ്പോത്തിസിന് എന്ത് ചെയ്യേണ്ടി വരും? റിജക്റ്റ് ചെയ്യേണ്ട വരും.
കാരണം 20 എണ്ണത്തിൽ 10 എണ്ണത്തിന് എന്തില്ല, ഫ്ലീസ് ഒന്നുമില്ല, 10 എണ്ണത്തിന് മാത്രമേ ഫ്ലീസ് ഉള്ളൂ. സോ ഏതിന് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും? ഓൾ പെറ്റ് ഡോഗ്സ് ഇൻ മൈ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ഡോണ്ട് ഹാവ് ഫ്ലീസ് എന്നുള്ള നൾ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യുകയും റിസർച്ച് ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യേണ്ടതായിട്ടും വരുന്നു. ഓക്കെ, ദെൻ കം ടു നെക്സ്റ്റ് വൺ. ഓൾ ലാൻഡ് മാമൽസ്. ഈ സെക്കൻഡ് അസംഷനിലേക്ക് നോക്കുമ്പോൾ ഓൾ ലാൻഡ് മാമൽ സ്പീഷീസ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ. എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നു? വെള്ളം ആവശ്യമാണെന്നുള്ളതാണ് കണ്ടെത്തിയത്. ഡാറ്റ കളക്ട് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ്. സോ എന്താ ചെയ്യേണ്ടത്? ഓൾ ലാൻഡ് മാമൽസ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ ടു എക്സിസ്റ്റ് ഉണ്ട്, ഓൾ ലാൻഡ് മാമൽസ് ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ വാട്ടർ എക്സിസ്റ്റ് ഉണ്ട്. ഏതിനെ അക്സെപ്റ്റ് ചെയ്യാം? H2 അക്സെപ്റ്റ് ചെയ്യും, നള്ളിനെ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. സോ റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ പറയുന്ന ഡിഡക്റ്റീവ് അപ്രോച്ചിൽ എന്താ ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് തിയറിയിൽ നിന്നാണ് അവസാനം എന്ത് ചെയ്യുന്നത്? കൺഫർമേഷനിലേക്ക് എത്തുന്നത്. എന്നാൽ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഒബ്സർവേഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നതാണെന്ത്? ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള ഒരു കീ ഡിഫറൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ ആ ഒരു നോട്ട്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. സോ ഫസ്റ്റ്, സ്കോപ്പ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് എന്ത് കൂടുതലായിരിക്കും? ബ്രെഡ്ത്ത് കൂടുതലായിരിക്കും. ബ്രെഡ്ത്ത് കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ പ്രത്യേകിച്ച് സാമ്പിൾ സൈസ് വളരെ കൂടുതലായിരിക്കും. ഒരുപാട് ആളുകളുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ചോദ്യം ചോദിക്കും. അതാണ് ബ്രെഡ്ത്ത് കൂടുതലാണെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലേക്ക് വരണയാണെങ്കിൽ ഡെപ്ത് ആയിരിക്കും കൂടുതൽ. എന്നാൽ ഡെപ്ത് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു 20 അല്ലെങ്കിൽ 30 സാമ്പിളിൻ്റെ അടുത്തായിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ആഴത്തിൽ പഠിക്കുക. എങ്ങനെയാണ് ആഴത്തിൽ പഠിക്കുക? അതായത് ഇപ്പോൾ ഒരു 10 പേരുടെ അടുത്ത് നമ്മൾ അല്ലെങ്കിൽ 30 പേരുടെ അടുത്ത് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്തു. നമ്മളുടെ അടുത്തൊരു 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 10 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ഷെഡ്യൂളായിരുന്നു, 10 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ 10 ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു? ഈ 30 പേരുടെ അടുത്തും ചോദിച്ചു. അങ്ങനെ ചോദിച്ച് അവസാനം ഒരു 25ാമത്തെ ആൾ എത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ നമ്മൾ ചോദിച്ച 10 ചോദ്യങ്ങളുണ്ടല്ലോ, ആ 10 ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ലാതെ അദ്ദേഹത്തിൻ്റെ കുറേയും കൂടി ഇൻപുട്സും കാര്യങ്ങളും കൂടി അഭിപ്രായങ്ങളും കൂടി നമ്മളോട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതേ അഭിപ്രായം തന്നെ ആർക്കുണ്ടോയെന്ന് അറിയണം? ആദ്യത്തെ 24 പേർക്കുണ്ടോയെന്ന് അറിയണം. സോ അവരോട് നമ്മൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആദ്യത്തെ 1ാമൻ മുതൽ ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്യും. അതായത് 25ാമത്തെ ആൾ പറഞ്ഞ പുതിയൊരു ഇൻപുട്ട് അത് അവർക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വീണ്ടും പോയി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ എന്താ ചെയ്യണം? ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. അതായത് ഒരു തവണ മാത്രമല്ല ഡാറ്റ കളക്ട് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യും? ഡാറ്റ ചിലപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് ആഴത്തിലാണ് പഠിക്കുന്നത് എന്ന് പറയുന്നത്. സോ ഡെപ്ത് കൂടുതലാണ്. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അങ്ങനെയല്ല, ഡെപ്ത് കൂടുതലില്ല. നിങ്ങൾക്ക് ഓൺലൈൻ സർവേസ് ഒക്കെ കിട്ടാറുണ്ടല്ലോ, ഒരു ഗൂഗിൾ ഫോംസിലൊക്കെ കിട്ടാറുണ്ട്. നിങ്ങളെന്താ ചെയ്യുക? അത് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കും. നിങ്ങളുടെ അടുത്ത് പിന്നെയും അതുമായി ബന്ധപ്പെട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ വരാറുണ്ടോ? ഇല്ല. സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതെന്താണ്? ബ്രെഡ്ത്ത് കൂടുതലാണ്, സാമ്പിൾ സൈസ് കൂടുതലായിരിക്കും. പക്ഷേ ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത്ര മാത്രം ഉണ്ടാവുള്ളൂ. വേറെ കുറേ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് എക്സ്ട്രാ ചോദ്യങ്ങൾ പിന്നെയും ചോദിക്കില്ല. ഒരു ആഴത്തിലുള്ള പഠനം ഏതിലുണ്ടാവില്ല? ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഉണ്ടാവില്ല. ദെൻ കൺസേൺ, പോപ്പുലേഷൻ അനാലിസിസ് ആണ്. സോ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾക്ക് നേരത്തെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റിൻ്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. പോപ്പുലേഷൻ അനാലിസിസ് ആണ്. എന്താണ് പോപ്പുലേഷൻ അനാലിസിസ്? നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ കേരളത്തിലുള്ള സ്റ്റുഡൻസിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ കേരളത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു 300 പേരെ സാമ്പിൾ എടുക്കണമെന്ന് വിചാരിക്കും. കേരളത്തിലുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ 1,00,000 കുട്ടികളാണെന്ന് വിചാരിക്കും. ഈ 300 കുട്ടികളുടെ കുറിച്ച് പഠിച്ചിട്ട് ആ 300 കുട്ടികളുടെ അഭിപ്രായമാണ് ആ 1,00,000 കുട്ടികളുടെ അഭിപ്രായം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ജനറലൈസ് ചെയ്യും. അതാണ് പോപ്പുലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജനറലൈസേഷനുള്ള ഒരു സ്കോപ്പ് ഇതിലുണ്ട്, ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലുണ്ട്. ദെൻ കം ടു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻഡിവിജ്വൽ കേസ്. അതൊരു ഇൻഡിവിജ്വൽ പഠനമായിട്ടാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് നിൽക്കുകയുള്ളൂ. ദെൻ അപ്രോച്ചിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫക്റ്റ് ഓഫ് കോസസ്, അതായത് കോസസിൻ്റെ, അതായത് ഒരു ഇൻസിഡൻറ്റ് നടന്നതിൻ്റെ എഫക്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് എഫക്റ്റ് ഓഫ് കോസസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണെങ്കിൽ കോസസ് ഓഫ് എഫക്റ്റ്, അതായത് എഫക്റ്റിൻ്റെ കോസ് എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, അതായത് കോസസ് ഓഫ് എഫക്റ്റ് ആണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ എന്താണ്? എഫക്റ്റ് ഓഫ് കോസസ് ആണ് പഠിക്കുന്നത്. ദെൻ ഇൻട്രസ്റ്റ്, ഗ്യാതറിങ് ഫാക്ട്സ്, ജസ്റ്റ് ഫാക്റ്റ് ഗ്യാദർ ചെയ്യാന്ന് മാത്രമാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഗെയിനിങ് അണ്ടർസ്റ്റാൻഡിങ്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫാക്ട്സ് ആണ് ഗ്യാദർ ചെയ്യുന്നത്, അത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ്. ദെൻ സാമ്പിൾ സൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ലാർജ് എന്നായിരിക്കും, സാമ്പിൾ സൈസ് കൂടുതലായിരിക്കും. കം ടു ക്വാളിറ്റേറ്റീവ് റിസർച്ച് സ്മോൾ എന്നായിരിക്കും, സാമ്പിൾ സൈസ് കുറവായിരിക്കും. ദെൻ
അനാലിസിസ്, ക്രോസ് കേസ് അനാലിസിസ്. എന്താണ് ക്രോസ് കേസ് അനാലിസിസ്? നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിലുള്ള സ്റ്റുഡൻസിനെ കുറിച്ചാണെങ്കിൽ മെയിൽ ഫീമെയിൽ കമ്പാരിസൺ, അതുപോലെ തന്നെ ഏജ് വൈസ് കമ്പാരിസൺ, അങ്ങനെ പലതരത്തിലുള്ള കമ്പാരിസൺ, അവരുടെ എന്താണ് സ്റ്റഡി ഗ്രൂപ്പ് വെച്ച് കമ്പാരിസൺ, ഇങ്ങനെ പലതരത്തിലുള്ള ഒരു കമ്പാരിസൺ നടത്തുന്നത് ദാറ്റ് ഈസ് ക്രോസ് കേസ് അനാലിസിസ് നടത്തും. പക്ഷേ അതേസമയം ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ എന്തായിരിക്കും? കേസ് വിത്തിൻ അനാലിസിസ് ആയിരിക്കും. അതായത് ഗ്രൂപ്പ് കമ്പാരിസൺ പോലുള്ള കാര്യങ്ങളൊന്നും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ കുറവായിരിക്കും. അതെന്തുകൊണ്ടാണ്? സാമ്പിൾ സൈസ് വളരെ കുറവാണ്. ഇവിടെ സാമ്പിൾ സൈസ് കൂടുതലായിരിക്കും. ദെൻ സാമ്പിളിംഗ്, റെപ്രസെൻറ്റേറ്റീവ് ഓർ റാൻഡം സാമ്പിളിംഗ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. കം ടു ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ പർപ്പസീവ് സാമ്പിളിംഗ് ആയിരിക്കും യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലെ ടൈപ്പ് ആയിട്ടുള്ള പർപ്പസീവ് സാമ്പിളിംഗ് ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ പക്കയായിട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റും. ദെൻ കം ടു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ എന്താണ്? ഫ്യൂസി ജനറലൈസേഷനാണ് സാധ്യമാവുകയുള്ളൂ. സോ ഇതാണ് ഇത് തമ്മിലുള്ള കീ ഡിഫറൻസ്. സോ ഈ ജനറലൈസേഷൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ കഴിഞ്ഞ പ്രീവിയസിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നും എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നും എന്താണ് ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്നും ഡിഡക്റ്റീവ് അപ്രോച്ച് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സോ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് നോക്കാം. Given below are two statements. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അസഷൻ റീസണിങ്. അസഷൻ എ, ജനറലൈസേഷൻ ഓഫ് എ ഫൈൻഡിങ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? നമ്മൾ നേരത്തെ പഠിച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജനറലൈസേഷൻ സാധ്യമാവുകയുള്ളൂ എന്ന് വിചാരിച്ചാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ജനറലൈസേഷന് കുറേ അധികം ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം. സോ അങ്ങനെ വരുമ്പോൾ ഇതൊരു പാർട്ട്ലി ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അപ്പോൾ അത് ട്രൂ ആണെന്നുള്ളൊരു അസംഷനിൽ നമുക്ക് നിൽക്കാം. സെക്കൻഡ് റീസൺ ആർ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി മേക്ക് യൂസ് ഓഫ് ഡിഡക്റ്റീവ് റീസണിങ്. ക്വാണ്ടിറ്റേറ്റീവ് ഏതാണ്? ഡിഡക്റ്റീവ് അപ്രോച്ചാണ്. ക്വാളിറ്റേറ്റീവ് ആണ് ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചതാണ്. സോ റീസൺ ആർ എന്ന് പറയുന്നത് ട്രൂ ആണ്. റീസൺ ആർ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. സോ എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് കറക്റ്റ് ആവും. ആറ് ട്രൂ ആണ് അല്ലേ? അപ്പോൾ ആറ് ട്രൂ ആണ്. 6 ഫോൾസ് ആണെന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. സോ ഈ ബി ഓപ്ഷൻ ഒരിക്കലും ആവില്ല. ഓക്കെ, ദെൻ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല ഏതായാലും ഇത് അല്ലേ. സോ അതുകൊണ്ട് സിയും അല്ല. പിന്നെ നമ്മളുടെ ഡൗട്ട് എന്താണ്? എ ഫോൾസ് ആണോ എ ട്രൂ ആണോ എന്നുള്ളൊരു ഡൗട്ടാണ് പിന്നെ നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച് എന്താണ്? ജനറലൈസേഷൻ ഓഫ് എ ഫൈൻഡിങ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡിയിൽ മാത്രമാണ് ജനറലൈസേഷൻ പക്കയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയും കറക്റ്റാണ്, ആറും കറക്റ്റാണ്. പക്ഷേ എന്തല്ല? എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല ആർ എന്നുള്ളൊരു ആൻസറിലേക്ക് നമുക്ക് എത്താം. ഇത് എങ്ങനെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനുമാനത്തിലല്ല നമ്മൾ എത്തിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ആൻസർ ഡി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. UGC കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ കറക്റ്റ് ഈ ഓപ്ഷൻ തന്നെയായിരുന്നു കൊടുത്തത്, ആൻസർ കീയിൽ കൊടുത്തത്. ഈ റൈറ്റ് ആൻസർ ഇതായിട്ടാണ് കൊടുത്തത്. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഗോൾ ഓഫ് മോസ്റ്റ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് ഈസ് നോട്ട് ടു ജനറലൈസ് ബട്ട് റാദർ ടു പ്രൊവൈഡ് എ റിച്ച് കോണ്ടെക്സ്റ്റുവലൈസ്ഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് നോട്ട് ടു ജനറലൈസ് ചെയ്യുക എന്നുള്ളതല്ല, ബട്ട് റാദർ ടു പ്രൊവൈഡ് എ റിച്ച് കോണ്ടെക്സ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ നേരത്തെ പഠിച്ചാണല്ലോ, ആ കമ്പാരിസണിൽ പഠിച്ചാണ് ഒരു കോണ്ടെക്സ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ? ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ പക്ക ജനറലൈസേഷൻ ഏതിലാണ് സാധ്യമാവുകയുള്ളൂ? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് സാധ്യമാവുകയുള്ളൂ. ഇനിയും സംശയം നിങ്ങൾക്ക് അവശേഷിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ജേണൽ, അതായത് ഈ റെഫറൻസ് ചെയ്യുക, സ്മിത്ത് ബി 2017 കൊടുത്തിരിക്കുന്ന ജനറലൈസബിലിറ്റി ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റെക്കമെൻഡേഷൻ ഫോർ ദ സ്പോർട്ട് ആൻഡ് എക്സസൈസ് സയൻസ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻ സ്പോർട്ട് എക്സസൈസ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു ജേണൽ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് പൂർണ്ണമായിട്ടും ജനറലൈസേഷൻ സാധ്യമാവുക. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. സോ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു ജേണൽ നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സോ എന്താണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളത് കിട്ടി. സോ ആൻസർ എന്താണ്? ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കാരണം രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ട്രൂ ആണ്. സോ നമ്മളിവിടെ ഈ കാര്യത്തെക്കുറിച്ച്, ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാത്ത സമയത്തിൻ്റെ പരിമിതി മൂലമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? UGC നെറ്റിൻ്റെയും അതുപോലെ തന്നെ JRFൻ്റെയും പുതിയൊരു ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. സോ അതിൽ നമ്മൾ ലൈവായിട്ടുള്ളതും അതുപോലെ തന്നെ റെക്കോർഡിലായിട്ടുള്ള സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ
പറയുന്ന ലൈവായിട്ടുള്ള ക്ലാസ്സുകളിലും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളിലും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതിലെല്ലാം നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ UGC നെറ്റ് JRFൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ജനറൽ പേപ്പറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ജനറൽ പേപ്പറിനും എക്കണോമിക്സിനും വളരെ സ്കിൽഡ് ആയിട്ടുള്ള നമ്മളുടെ കേരളത്തിലെ തന്നെ പരിചയസമ്പന്നരായിട്ടുള്ള ഒരു അധ്യാപകരുടെ ഒരു സമൂഹമാണ് നമുക്കിവിടെ ക്ലാസ് എടുക്കുന്നത് ജനറൽ പേപ്പറിനും അതുപോലെ തന്നെ എക്കണോമിക്സിനും. സോ നമ്മുടെ കോഴ്സിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ലേൺ ത്രൂ സ്കില്ലേജ് ആപ്പ്, നമ്മുടെ ആപ്പ് മുഖാന്തരമാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് സിലബസ് കവറേജ് ഓഫ് പേപ്പർ 1, പേപ്പർ 1ൻ്റെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യും. അതുപോലെ തന്നെ പേപ്പർ 2 എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ്, മാനേജ്മെൻറ്റ് ആണെങ്കിൽ മാനേജ്മെൻറ്റ്, അതായത് കോഴ്സുകൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അതായത് PhD കിട്ടിയിട്ടുള്ള അധ്യാപകരാണ് കൂടുതലായിട്ട് നമ്മളുടെ ഒരു ഇതിലുള്ളത്. അതുപോലെ തന്നെ നല്ല നല്ല പബ്ലിക്കേഷൻസ്, സ്കോപ്പസിലടക്കം നല്ല നല്ല പബ്ലിക്കേഷൻസിലുള്ള അധ്യാപകർ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ടീമിലുള്ളത്, ഈ എൻ്റയർ ടീമിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ UGC നെറ്റ് ക്രാക്ക് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PhDക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായത്തിനും നമ്മളുടെ അധ്യാപകരെല്ലാവരും പല രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ അത്തരത്തിലുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ്. സോ ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകളും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പ്രീവിയസ് ഇയേഴ്സ് MCQ ഡിസ്കഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോറോവർ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. മോക്ക് ടെക്സ്റ്റ് ആൻഡ് സബ്ജക്ട് റിവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം ഉണ്ട്. കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വളരെ നല്ല ഒരു സെഷൻസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിലും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ നമുക്ക് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കൂടി നമ്മൾ കണ്ടെത്താനുണ്ട് അല്ലേ. സോ എ പ്രോസസ് ഓഫ് റീസണിങ് imitating from theory or hypothesis to സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻ ഈസ് കോൾഡ്. അതായത് നമ്മൾ തിയറിയിൽ നിന്നോ ഹൈപ്പോത്തിസിസിൽ നിന്നോ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനിലേക്ക് വരുന്നത്, അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നത് ഏത് അപ്രോച്ചാണ്? ഇൻഡക്റ്റീവ് അപ്രോച്ച് ഉണ്ട്, ഡിസ്കോഷർ അപ്രോച്ച് ഉണ്ട്, ഡിഡക്റ്റീവ് അപ്രോച്ച് ഉണ്ട്, ഫിനോമിനോളജിക്കൽ അപ്രോച്ച് ഉണ്ട്. അതായത് തിയറി ഓൾറെഡി ഉണ്ടെങ്കിൽ അതേതായിരിക്കും? ഡിഡക്റ്റീവ് അപ്രോച്ച് ആയിരിക്കും. അത് ചേഞ്ച് ചെയ്യുക. ഡിഡക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഡിഡക്റ്റ് ചെയ്തു വരുന്നതാണ്. സോ എക്സിസ്റ്റിംഗ് തിയറിയിൽ നിന്ന് ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്ത് കൺഫേം ചെയ്യുന്നതാണ് എന്ത്? ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയാം. സോ ആൻസർ ഈസ് സി, ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ്. സോ ഇവിടെ നോക്കുക, തിയറി ടു ഹൈപ്പോത്തിസിസ്, ഒബ്സർവേഷൻ, കൺഫർമേഷൻ. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടി. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.